ഹലോ ഫ്രണ്ട്സ്. ഞാനിന്ന് കല്യാണ സദ്യയിലൊക്കെ വിളമ്പുന്ന മസാലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് ഇതിലേക്കായിട്ടുള്ള ഗ്രീൻ പീസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാനുണ്ട്. 5-6 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണിത്. ഇതിലേക്ക് നമ്മളൊരല്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്കിതിലേക്കായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ്, സവാള, കിഴങ്ങ്, കോളിഫ്ലവർ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. ഫ്ലവർ റെഡിയാക്കിയിട്ടുണ്ട്. കിഴങ്ങും ക്യാരറ്റും ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് സോയാബീൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് ഒരു ഹാഫ് കുക്കാക്കിയിട്ട് നമുക്കിതെടുക്കാം. ഇനി നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച അതേ കുക്കറിലേക്ക് തന്നെ ക്യാരറ്റും കിഴങ്ങും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റും കിഴങ്ങും വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കായിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. ചിരകിയെടുത്ത തേങ്ങയുടെ കൂടെ കറിവേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഇതാ നമ്മുടെ തേങ്ങയുടെ പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കായി 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. എരിവിന് ആവശ്യത്തിന് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂപ്പിച്ച ശേഷം നമുക്കതിലേക്ക് ചതുര കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ശകല ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ കൂടുതൽ ഉപ്പ് ചേർക്കരുത്. നമ്മൾ കിഴങ്ങിലും ഗ്രീൻ പീസിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ സവാളയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറി സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലവർ ഇട്ട് കൊടുത്തു, ക്യാരറ്റ്, കിഴങ്ങ് ഇട്ട് കൊടുത്തു. ഇനി സോയാബീൻ, പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ അരപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.